ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. എല്ലാ കാലത്തും എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം അനുസവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനുമായി നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തീമോത്തിയോസിനെ അയച്ചു. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, പൗലോസിന്റെയും കൂട്ടുകാരുടെയും അവസ്ഥ. 2, തെസ്സലോനിക്ക വിശ്വാസികളുടെ അവസ്ഥ. 3, പൗലോസിന്റെ അടുക്കൽ നിന്ന് തെസ്സലോനിക്കയിലേക്ക് അയച്ച തീമോത്തിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ആകയാൽ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസിന് നമുക്കറിയാം, തെസ്സലോനിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു സഹോദരൻ്റെ ഒക്കെ ആ റോളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും അവരെ ആർദ്രതയോടെ താലോലിക്കുകയും അവർക്ക് ആത്മീയമായ അപ്പൂർത്തിയെല്ലാം നൽകിയ ഒരു ശുശ്രൂഷകനായിരുന്നു പൗലോസ്. മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഈ പൗലോസിന്റെ സന്തോഷവും പ്രശംസ കിരീടവും ഒക്കെ അവരാണ്, ഈ വിശ്വാസികളാണ്. അങ്ങനെ ഭാവിയോടുള്ള ബന്ധത്തിലും ഭൂതകാലത്തോടുള്ള ബന്ധത്തിലും ഈ വിശ്വാസികൾ പൗലോസിന് വളരെ പ്രധാനപ്പെട്ടവരാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ സഹവിശ്വാസികളോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? അവരുടെ സ്നേഹം എങ്ങനെയാണ്? അവരോടുള്ളതായ നമ്മുടെ ഉത്സാഹവും തീക്ഷ്ണതയും അവരോടുള്ളതായ നമ്മുടെ കാഴ്ചപ്പാടും നാം വിലയിരുത്തേണ്ടതാണ്. എന്നാൽ സഹിച്ചുകൂടാഞ്ഞെന്ന് പറഞ്ഞാൽ പൗലോസിന്റെ അസഹിഷ്ണുതയാണ് ഇവിടെ കാണിക്കുന്നത്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, തെസ്സലോനിക്ക വിശ്വാസികളെ വിട്ടുപോന്നിട്ട് ഇപ്പൊ അവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ല. 2, അവരെ കാണാനുള്ളതും അവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥയെക്കുറിച്ച് അറിയാനുള്ളതായ ആകാംക്ഷ. മറ്റൊരു കാര്യം, ഈ തെസ്സലോനിക്കയിലേക്ക് മടങ്ങിപ്പോകാൻ 2 പ്രാവശ്യം വിചാരിച്ചിട്ടും സാത്താൻ ആ തടസ്സം ഉണ്ടാക്കിയ നിമിത്തമുള്ള അസഹിഷ്ണുത പൗലോസിനെ വളരെ അലട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ സാത്താൻ ഈ പൗലോസിനെ ആ തെസ്സലോനിക്കയിലേക്ക് പോകുവാൻ തടസ്സപ്പെടുത്തിയെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. എന്താ പ്രയോജനം ഉണ്ടായത്? ഈ ലേഖനം എഴുതി അവരുടെ കരങ്ങളിൽ എത്തിക്കുവാൻ ആ തടസ്സം മുഖാന്തരമായിട്ട് തീർന്നു. അതുപോലെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി തീമോത്തിയോസിനെ അയപ്പാൻ അത് മുഖാന്തരമായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, പിശാച് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നാലും അതിനെ നന്മയ്ക്കായിട്ട് മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. പൗലോസിന്റെ തടസ്സപ്പെടുത്തിയ പിശാചിന് തടസ്സപ്പെടുത്താൻ കഴിയാത്തില്ല ദൈവത്തിന്റെ വേല. ദൈവത്തിന്റെ വേലയിൽ മുന്നോട്ട് പോകാൻ നാം തയ്യാറെടുക്കുമ്പോൾ പിശാച് പല തടസ്സങ്ങളും കൊണ്ടുവന്ന് വന്നേക്കാം. പക്ഷെ നാം അധൈര്യപ്പെടേണ്ട, ക്ഷീണിക്കേണ്ട. അതിനൊരു നന്മയ്ക്കായിട്ട് മാറ്റുവാൻ പിശാചിന്റെ മേലും ആത്യന്തികമായ നിയന്ത്രണം ദൈവത്തിനാണ്. ലോകത്തുള്ള സകലത്തിന് മേലും ആത്യന്തികമായ നിയന്ത്രണം ദൈവത്തിനാണ് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നേരിടുന്ന പ്രതിസന്ധികളിൽ, തടസ്സങ്ങളിൽ നാം തളർന്നു പോകണ്ട. നാം ആ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക. പിശാച് തടസ്സം സൃഷ്ടിച്ചപ്പോൾ അത് പൗലോസിനൊരു ലേഖനം എഴുതാനായിട്ട്
അവസരമായി തീർന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട്, അഥേനയിൽ തനിച്ചിരിക്കേണ്ടി വന്നാലും വേണ്ടില്ല എന്ന് വെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുടുങ്ങിപ്പോവാതിരിക്കേണ്ടതെന്ന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുക. അപ്പോൾ ഈ വിശ്വാസികള്, തെസ്സലോനിക്ക വിശ്വാസികള് കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ അവരുടെ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പൗലോസിന് ഒരു ഭാരം അലട്ടുന്നുണ്ട്. പൗലോസ് പറയാണ്, തനിച്ചിരിക്കേണ്ടി വന്നാലും, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പൗലോസ് ഒറ്റയ്ക്കായിരിക്കുകയാണ്. തിമോത്തിയോസിനെ ഈ തെസ്സലോനിക്കയ്ക്ക് വിടുന്നു, മറ്റ് ശിലാസിനെ മക്കദോനിയിലെ മറ്റൊരു സ്ഥലത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് കരുതാം. കാരണം അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശിലാസും തിമോത്തിയോസും പൗലോസിന്റെ അടുത്തേക്ക് കൊരിന്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പൗലോസ് ഏകനായിട്ട് തീർന്നിരിക്കുക, തന്റെ കൂട്ടുപ്രവർത്തകർ തന്നെ ഇല്ല. അങ്ങനെ ഏകനായിരുന്നാലും, തന്നൊറ്റയ്ക്കായിരുന്നാലും, തന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിൽ, നമുക്കറിയാം പൗലോസിന് പലവിധമായ ശാരീരിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആളാണ്. ഒരു സഹായം ഉണ്ടായിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. പക്ഷേ തൻ്റെ ശുശ്രൂഷ മൂലം വിശ്വാസത്തിൽ വന്നവരുടെ ആത്മീയാവസ്ഥയ്ക്കാണ് തൻ്റെ ഏകാന്തതയേക്കാൾ, തൻ്റെ പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്തു. നമുക്ക് നല്ലൊരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലെ പരിമിതമായ സാഹചര്യങ്ങളോ പോരായ്മകളോ നമ്മുടെ ഏകാന്തതയോ നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നും അല്ല വലിയ പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ അപൂർത്തി, അവരുടെ ആത്മീയ പൂർത്തി, അതിന് നാം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മാത്രമല്ല, കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകരുത്. അതിനെന്ത് ചെയ്യണം? കഷ്ടങ്ങളിൽ കടന്നു പോകുന്നവരെ ഇവിടെ പൗലോസ് തിമോത്തിയോസിനെ അയച്ച ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, അവരെ സ്ഥിരപ്പെടുത്തുക. കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ, കഷ്ടങ്ങൾ മാറ്റുക എന്നുള്ളതല്ല, കഷ്ടത മധ്യ ഉറച്ചു നിൽപ്പാൻ, സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്ന പറഞ്ഞ കഷ്ടങ്ങളിൽ ഉറച്ചു നിൽപ്പാൻ, കഷ്ടങ്ങളെ പ്രശംസിപ്പാൻ അവരെ പ്രാപ്തിപ്പെടുത്തുക. മാത്രമല്ല, അവരുടെ വിശ്വാസ സംബന്ധവരെ പ്രബോധിപ്പിക്കുവാൻ, അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാൻ. അവരുടെ വിശ്വാസം സത്യവിശ്വാസമാണ്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിലൂടെ നിലനിൽക്കുമ്പോൾ അനവധി കഷ്ടങ്ങളുണ്ട്, പല കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടു. പൗലോസും കാര്യം ശിഷ്യന്മാരെ ഓർപ്പിക്കും, നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കഷ്ടതയുടെ മധ്യത്തിൽ വിശ്വാസം ഉറപ്പിക്കുവാൻ ദൈവമക്കളായ എല്ലാവരെയും ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് ദൈവദാസന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ പൗലോസിന് തിമോത്തിയോസിനെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ അയച്ചു. തിമോത്തിയോസിന് 2 പ്രത്യേകതകളാണ്. ഒന്ന്, അദ്ദേഹം സഹോദരനാണ്. 2, സുവിശേഷഘോഷണത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ഉള്ളവനാണ്. പൗലോസ് അവസാനം പറയുന്നുണ്ട്, തിമോത്തിയോസെ, സുവിശേഷകന്റെ വേല ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ട്. അത് നിവർത്തിക്കണം. തിമോത്തിയോസിനെ അതിനായി പൗലോസ് അയക്കുന്ന പോലെ നമുക്കും നമ്മുടെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. നമുക്കും കഷ്ടത മധ്യത്തിൽ ഉറച്ചു നിൽക്കാം. നമുക്കും മറ്റുള്ളവരെ കുറിച്ച് ഭാരമുള്ളവരായി അവരുടെ ആത്മീയ പൂർത്തിക്ക് വേണ്ടി അധ്വാനിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.